ഹലോ ഗൈസ് വെൽക്കം ടു LCFX. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റേണൽ ചോർച്ച് ആൻഡ് ഇന്റേണൽ BOS. അപ്പോൾ എന്താണ് ഇന്റേണൽ ചോർച്ച്, എന്താണ് ഇന്റേണൽ BOS എന്ന് നമുക്ക് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു സിങ് ഹൈ ആൻഡ് സിങ് ലോ. സിങ് ലോ ആൻഡ് സിങ് ഹൈ, ഒരു സിങ് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്റേണൽ BOS ചേർന്നതാണ് ഒരു സിങ് ഹൈ. അതായത് ഒരുപാട് ഇന്റേണൽ BOS ചേർന്നതാണ് ഒരു സിങ് ഹൈ ആൻഡ് ലോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാനിവിടെ ഒരു ഡ്രോ ചാർട്ട് വരച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സിങ് ലോ തുടങ്ങി ഒരു സിങ് ഹൈ, ദെൻ നമുക്കറിയാം ആ ഒരു സിങ് ഹൈയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണോ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ്, ഇവിടെ ഓൾറെഡി ഒരു ലോവർ ഹൈ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇത് സ്റ്റാർട്ടിങ്ങിൽ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സിങ് ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങനെ താഴേക്കും മുകളിലേക്കും പോകുന്നത് ഒരു ഇന്റേണൽ BOSും ചോയ്സും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് എങ്കിൽ 15 മിനിറ്റിൻ്റെ ഒരു സിങ് ഹൈ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1 മിനിറ്റിലോ 5 മിനിറ്റിലോ ഒരു ഇന്റേണൽ BOS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഏരിയകളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഈ സിങ് ലോ സ്റ്റാർട്ട്. ഈ സിങ് ലോയിൽ നിന്ന് ഈ സിങ് ഹൈയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഒരുപാട് ഇന്റേണൽ BOS ആൻഡ് ചോയ്സ്. ആദ്യം ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കും, പിന്നെ നടക്കുന്നത് BOSകളാണ്, ബ്രേക്കോ സ്ട്രക്ചറുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് ഒരു സിങ് ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു സിങ് ഹൈ ഉണ്ടായി, ദെൻ ഒരു സിങ് ലോ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു, അതായത് ഒരു ചെറിയ ലോ, ഈ ഒരു ചെറിയ ലോ ബ്രേക്ക് ചെയ്തു. ദെൻ ഈ ഒരു ഹൈ ഓക്കെ, നമ്മൾ കൂടെ മാർക്ക് ചെയ്യാം ഒരു ലോവർ ഹൈ. ഓക്കെ, ഇതൊരു ലോവർ ഹൈ ആണ്. ഫോൺ ചെറുതാക്കാം. ഇതൊരു ലോവർ ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തു, ദെൻ മാർക്കറ്റ് താഴേക്ക് വന്നു. ദെൻ ഈ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായി. ഓക്കെ, ചോച്ച്, ഇവിടെ ഒരു ചോച്ച്, ഇതൊരു BOS ആണ്. ഓക്കെ, ഇന്റേണൽ BOS. ഓക്കെ, അതുപോലെ ഇന്റേണൽ BOS ആൻഡ് ഇന്റേണൽ ചോച്ച്. നമുക്കിത് ഇന്റേണൽ ചോച്ചാണ് ആക്ച്വലി. ഓക്കെ, ഇത് നമുക്കൊരു ഇന്റേണൽ ചോച്ചായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് ഇന്റേണൽ ചോച്ച്. അപ്പോൾ ദെൻ ഇവിടെ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ലോവർ ഹൈനെ മുകളിലോട്ട് തന്നെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്കവിടെ ഒരു ഇന്റേണൽ ചോച്ച് ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി മൈനർ ട്രെൻഡ് ചേഞ്ച്. അതായത് ഈ ഒരു സിങ് ഹൈ നിന്ന് ഈ ഒരു സിങ് ലോ ഇവിടെ ക്രിയേറ്റ് ആവുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ഇന്റേണൽ ചോച്ച് ക്രിയേറ്റ് ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് റിവേഴ്സലായി എന്ന്. അപ്പോൾ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് തയ്യാറാവുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ദെൻ ഇവിടെ ഒരു BOS ക്രിയേറ്റ് ചെയ്യും, ഇന്റേണൽ BOS. ഇതിനാണ് നമ്മൾ ഇന്റേണൽ BOS ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഇന്റേണൽ BOS ഉണ്ടാക്കി, ദെൻ ഫൈനലി ഒരു ഇന്റേണൽ BOS. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇന്റേണൽ BOS കൂടി ചേർന്നതാണ് ഒരു സിങ് ഹൈ ആൻഡ് ലോസ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഓൾറെഡി ഈ സിങ് ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു റിവേഴ്സൽ, അഥവാ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഇന്റേണൽ ചോച്ച് ഇവിടെ ഉണ്ടാവണം. ആ ഇന്റേണൽ ചോച്ച് ഉണ്ടായാലേ നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടായി ഒരു ഇന്റേണൽ ചോച്ച്, ഇവിടെ ഉണ്ടായി. ഓക്കെ, അതിനു മുമ്പ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു BOS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ BOS.
ഓക്കെ. ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായിരുന്നു. ഇവിടെ ലോവർ ഹൈ ഉണ്ടായിരുന്നു. ആ ഹയർ ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. എന്നിട്ട് ഈ ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് എത്തിയപ്പോൾ അവിടെ ഇന്റേണൽ ചോദിച്ചുണ്ടായി. ഓക്കെ. ആ ഇന്റേണൽ ചോദിച്ചുണ്ടായിട്ട് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ BOS ഉണ്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ. ഇന്റേണൽ BOS. അപ്പോൾ ഇതാണ് ഇന്റേണൽ BOS. അപ്പോൾ ഈ ഇന്റേണൽ BOS ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഇപ്പോഴുള്ള ഒരു മൈനർ ട്രെൻഡ് റിവേഴ്സൽ പിന്നെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ഈ ഒരു 15 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 1 അവറോ 4 അവർ എന്താണെങ്കിലും ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് റീടെസ്റ്റ് വന്നിട്ടാണ് ഇനിയും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് BOS ഇവിടെയാണ് ഉണ്ടാവുന്നത്. ഇതൊരു BOS. then again ഇതൊരു BOS. ഓക്കെ. മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് ആക്ച്വലി. ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് ഈ ഒരു 15 മിനിറ്റോ 1 അവറോ ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. ഇത് ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്ക് മാറും. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയായിരിക്കും പോവുക. ഇതായിരിക്കും ഒരു ട്രെൻഡ് റിവേഴ്സൽ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഇന്റേണൽ BOSും ഇന്റേണൽ ചോയ്സും ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേവ് തിയറിയിൽ പഠിച്ചു, മാർക്കറ്റ് ഒരു ബുള്ളിഷ് വേവും ബെയറിഷ് വേവും ഉണ്ടാവും. അതുപോലെ തന്നെ മോട്ടീവ് വേവും ഉണ്ടാവും, കറക്റ്റീവ് വേവും ഉണ്ടാവും. അപ്പോൾ ഈ മോട്ടീവ് വേവിൻ്റെയും കറക്റ്റീവ് വേവിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് ഇന്റേണൽ BOSും ഇന്റേണൽ ചോയ്സും. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ. നമുക്കിത് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കാം, ലോവർ ടൈം ഫ്രെയിമിൽ നോക്കാം. ഏത് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് ഇങ്ങനെയായിരിക്കും പോകുന്നത് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈവ് ചാർട്ടിൽ പോയി ഒരു എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. 50 മിനിറ്റിൻ്റെ ചാർട്ടിൽ പോകും. ഓക്കെ. ഇപ്പോൾ ഇത് ലൈവ് ചാർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ് കണ്ടെത്താം. ഓക്കെ. ഇപ്പോൾ ഇത് ഒരു സ്വിംഗ് ഹൈ ആണ്. ഓക്കെ. ഇതൊരു സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു സ്വിംഗ് ലോ, സ്വിംഗ് ഹൈ. അപ്പോൾ ഇവിടെ നോക്കൂ. അപ്പോൾ നമുക്ക് ഇതൊരു സ്വിംഗ് ഹൈ. ഓക്കെ. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ. ഈ ഒരു ഏരിയ എടുക്കാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് പോയി, സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് മാർക്കറ്റ് ഇവിടെ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലോ ഒരു 1 മിനിറ്റിലോ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ചെറിയ ചെറിയ BOSകൾ കാണാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ഹൈ തൊട്ട് ഈ ഒരു സ്വിംഗ് ലോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ. ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ. ഇവിടെ ഒരു BOS ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇതൊരു BOS ആണ്, ഇന്റേണൽ BOS, then ഇന്റേണൽ ചോച്ച്, then ഇവിടെ ഒരു BOS, ഇന്റേണൽ BOS, ഇതൊരു ഇന്റേണൽ BOS. എന്നിട്ട് മാർക്കറ്റ് ബ്രേക്കായി. ദെൻ മാർക്കറ്റിന് ഇവിടുന്ന് റിവേഴ്സ് വരണം. അപ്പോൾ നമുക്കറിയാം, ഒരു റിവേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതുപോലെ തന്നെ ഒരു ഇന്റേണൽ ചോയ്സ് ആൻഡ് ഇന്റേണൽ BOS ആണ്. ഇപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ പോയി നോക്കാം. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ വരുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കണം, എന്താണ് ഇന്റേണൽ, എന്താണ് ഈ ഒരു സ്വിംഗ് ഹൈ. ആൻഡ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു BOS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഒരു ചോച്ച്. ഇതാണ് നേരത്തെ കാണിച്ച സ്വിംഗ് ഹൈസ്.
internal BOS, then BOS. അപ്പോൾ ഇവിടെ ഈ ഒരു BOSനെ, അതായത് ഈ ഒരു സിങ് ഹൈനെ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഈ ഒരു മൂവ്മെന്റ്, അതായത് ഈ ഒരു മൂവ്മെന്റിനെ ലിക്വിഡിറ്റി, അതായത് ലിക്വിഡിറ്റി റൺ, ലിക്വിഡിറ്റി ട്രാപ്പ് എന്നാണ്. അപ്പോൾ നമുക്കത് പ്രീവിയസ് ആയിട്ടുള്ള, അതായത് ഇനി വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അത് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അഗെയിൻ മാർക്കറ്റ് ഒരു BOS ക്രിയേറ്റ് ചെയ്തു, ഇന്റേണൽ BOS. ഓക്കെ, അഗെയിൻ ഒരു ഇന്റേണൽ BOS. ഓക്കെ, അങ്ങനെ ഇന്റേണൽ BOS ഉണ്ടാക്കി. ലാസ്റ്റ് ഒരു അവസാനത്തെ ഇന്റേണൽ BOS. ഓക്കെ, ദെൻ ഇതൊരു ഹൈ ആണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന്റെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതൊരു ഇന്റേണൽ ചോയ്സ് അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മൈനർ ആയിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റേണൽ ഹൈസ് ആൻഡ് ലോസ്, ഇനി ബൈറിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിങ് ഹൈയിൽ നിന്ന് ബൈറിഷ് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇങ്ങനെ മാർക്കറ്റിൽ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സിങ് ഹൈ, ഒരു സിങ് ലോസ്. ഇപ്പോൾ ഇതൊരു സിങ് ലോ ആണ്, ഇതൊരു സിങ് ഹൈ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലോട്ട് ഒരു റിവേഴ്സൽ വേണം. അപ്പോൾ നമ്മൾ 1 മിനിറ്റിലോ 5 മിനിറ്റിലോ നോക്കിയിട്ട് ഇന്റേണൽ ചോയ്സ് ആൻഡ് ഇന്റേണൽ BOS ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു വേവ് പോലെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു മൈനർ ആയിട്ടുള്ള മൂവ്മെന്റും ട്രെൻഡ് റിവേഴ്സലും കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.